മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ കൂടെ കാതൽ എന്ന് പറയുന്ന സിനിമയിലൂടെ നിങ്ങൾക്കൊക്കെ പരിചിതനായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. നല്ലൊരു കയ്യടി കൊടുക്കും, നല്ലൊരു കയ്യടി. ഓക്കെ, അടുത്തതായിട്ട് ടീമേ എന്ന് നീട്ടി വിളിക്കുന്ന നമ്മുടെ ഇഷ്ടതാരം ബിനീഷ് ബാസ്റ്റിൻ നിങ്ങളോട് സംസാരിക്കുന്നു. ടീമേ, ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചല്ലേ അല്ലേ? മലനാടിനെ കുറിച്ച് ഒരു 10 മിനിറ്റോളം സംസാരിച്ച എന്നെ പൊക്കി ചെയ്താണ് ഇവരൊക്കെ. ഞാൻ ഇവരെ ഒന്ന് പൊക്കി പറഞ്ഞോണ്ടാ. ശരിക്കും പൊക്കി പറഞ്ഞല്ല, ഷാഫിഖിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിലല്ല പഠിക്കാൻ പോണ സമയത്ത് അന്ന് യൂട്യൂബൊന്നുമില്ല. അന്ന് കാസറ്റുകളിലും CD-കളിലൊക്കെ ആൽബങ്ങൾ കാണും. പരിചയമില്ല ആ സമയത്ത് മനസ്സിൽ കയറിയതാണ് ഷാഫിഖ. മാപ്പിളപ്പാട്ടിൻ്റെ രാജകുമാരനാണ്, പ്രണയഗാനങ്ങളുടെ രാജകുമാരനാണ്. ഷാഫിഖിന് അറിയാല്ല, പാട്ട് മാത്രമല്ല, വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവമാണ് പുള്ളി. വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാസ് സിനിമ കാണുന്ന പോലെയാണ്. പുള്ളി എല്ലാം ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, മിമിക്രി ഉണ്ട്, അഭിനയമുണ്ട്, എന്ത് വേണം എല്ലാം ഉണ്ട്. അപ്പോൾ ഷാഫിക്ക് വരുമ്പോൾ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഷാഫിക്ക് വന്നാൽ കുറേ പാട്ടുകൾ പാടും, എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല. അപ്പോൾ എന്നാലും ഷാഫിക്കയുടെ പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോപ്പി റേറ്റ് ഇല്ലാത്ത 2 ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളുടെ സ്വന്തം പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ ഇന്നത്തെ ദിവസം ഞാനിവിടെ ചെറിയ ഹോട്ടലിൽ താമസിക്കേണ്ട ആളാണ്. ചെന്നെങ്കിൽ ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലാതെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മുടെ ഓണർ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് വെച്ച്. ഞാൻ ഒരു വീട്ടിലൊന്നും വന്ന് ഞാൻ താമസിക്കില്ല, ഇവിടെ താമസിക്കണമല്ലേ, നിങ്ങളൊക്കെ ഫാമിലിയൊക്കെ അല്ലേ എന്ന് വെച്ച് വീടിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ട് തന്നപ്പോൾ ശരിക്കും നമ്മുടെ പഴയ വീട്ടിലൊക്കെ ചെതൽ പിടിച്ച് കിടന്നു വെച്ച് തൽപ്പുറ്റു പോലത്തെ ഒരു സാധനം. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഞാനിത് കുറേ നാൾ മുമ്പ്, ഒരു 2-3 മാസം മുമ്പ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹിച്ചാണ്. ഒരു ദിവസം ഞാൻ താമസിച്ചിട്ടാ. ചെറിയ വൈബല്ല, കിടിലം വൈബാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഓല വീട്ടിൽ താമസിച്ച് വളർന്ന ഒരാളാണ്. പിന്നീട് ഞാൻ ഓടിട്ട വീട്ടിൽ താമസിച്ച്, പിന്നെ ടെറസിറ്റ വീട്ടിൽ താമസിച്ച്, പല ഫ്ലാറ്റുകളിലും പല ബംഗ്ലാവിലൊക്കെ പോയി ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീട്ടിൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു വീടാന്ന് ഓർത്തില്ല. ഞങ്ങളുടെ ഫോട്ടോജിലൊക്കെ കാറിന് ഒരു ഫ്ലോട്ട് ഉണ്ടാകും, ഫ്ലോട്ട് ഉണ്ടാക്കി വെക്കുന്ന സാധനം ലോറിയിൽ, അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയപ്പോൾ പിന്നീടാണ് അതൊരു വീടാന്ന് പറഞ്ഞത്. അല്ലാതെ ലക്ഷറി ഒരു ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും സൗകര്യം കിട്ടുമല്ലോ നമുക്ക്. അത്രയും നല്ലൊരു സൗകര്യത്തോടുകൂടി, നല്ലൊരു അന്തരീക്ഷത്തോടുകൂടി, നല്ല സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയിരുന്നല്ലോ ആ വീട്ടിൽ. വളരെ സന്തോഷം. ഷാഫിക്കയുടെ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ വന്നപ്പോൾ ഷാഫിക്കൊക്കെ ഇത്തിരി ലേറ്റ് ആയപ്പോൾ ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പാട്ട് പാടിയായിരുന്നു. എന്നാലും ഒരു പാട്ടും കൂടി ഞാൻ പാടിയിട്ട് പോവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മുടെ സ്തുതിച്ചേട്ടൻ അല്ലേ, സ്തുതിയെന്ന് പേരിട്ട ഭാഗത്ത് പെണ്ണാന്ന് ഓർത്താൽ മതി. പിന്നെ എനിക്ക് പുള്ളി ഞാൻ സിനിമകളിൽ കഴിഞ്ഞ മമ്മൂക്കയുടെ പടത്തിൽ കണ്ടിട്ട് ഗംഭീര ആർട്ടിസ്റ്റാണ് പുള്ളി. ഞാൻ പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങനെയായിരുന്നു. ആദ്യം എനിക്ക് പേര് പറഞ്ഞാൽ മനസ്സിലായില്ല. ആൾ പിന്നെ ഇവിടെ നിന്ന് കണ്ടപ്പോഴാണ് ഈ കാണേണ്ട മുതലാണെന്ന് കണ്ടത്. അപ്പം നിങ്ങളുടെ നാട്ടുകാരാണ്, ഭാവിയുടെ ഭക്തരുമാണ്, വളർത്തണോട്ടോ, തളർത്തണത്. വളരെ സന്തോഷം. ഹലോ ഹലോ സിനിമ മലയാളി പൊളിയാണെന്നൊരു പാട്ട് പാടിയാലോ അല്ലേ? ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. അധികം സ്റ്റേജിൽ പാടിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഓണത്തിന് പാടിയതാണ്. ലിറിക്സൊക്കെ അറിയാൻ പറ്റില്ല, നമുക്ക് പാടാൻ ശ്രമിക്കാം. ഓക്കെ. ഞാൻ പൊളിയാണ്, നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. മലയാളി, ഞാൻ പൊളിയാണ്, നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. കയ്യടിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ കൈയടിക്കുന്നുണ്ട്.
പുതിയ കള്ളി പണി ഭയങ്കര ലെവലാണ്.